എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദനെ, ദിവ്യയും ഉണ്ണിമോളും എല്ലാരും കൂടെ ഇരിക്കുകയാണ്. കുറെ സമയമായിട്ടും അഭിജിത്തിനെ അവരെയൊന്നും കാണുന്നില്ല. മനുവിനെ അന്വേഷിച്ചു പോയതാണ്. ഇതുവരെയായിട്ട് എന്താ അവരെ കാണാത്തെ എന്ന് നന്ദന പറയാണ്. എന്താണെന്നറിയത്തില്ല, അവർക്ക് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ആ അമ്മൂമ്മേനെ കാണുന്നില്ലോ എന്ന് പറയാ. എനിക്ക് തോന്നി ഇവിടെ എന്തോ ഒരു കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് തോന്നേ. അതുകൊണ്ടല്ലേ പോയിട്ട് അവര് ഇതുവരെയായിട്ടും കാണാത്തെ. അവരേത് വഴി പോയെന്നറിയില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് സമയം കൂടെ നമുക്ക് നോക്കാം. നമ്മുടെ വഴി ആകെപ്പാടെ തെറ്റിപ്പോയി. ഏത് വഴി പോണോന്ന് പോലും നമുക്കറിയത്തില്ലോ എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് അവരോട് ഇരിക്കുക. ആ സമയത്ത് അങ്ങോട്ടേക്ക് യമദേവൻ വരുന്നുണ്ട്. യമദേവൻ വന്നിട്ട് ഉണ്ണിമോളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഉണ്ണിമോൾക്ക് അറിയത്തില്ലോ, അവർക്ക് കാണാനോട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയം എല്ലാരും ആൺകുട്ടികളെല്ലാം നാനാ ദിക്കിക്കൂടെ വിളിച്ചോണ്ട് നടക്കണം. മനു ആണെങ്കിൽ അഭിജിത്തെ കണ്ണ എന്നൊക്കെ വിളിച്ചോണ്ട് നടക്കണം. അങ്ങനെ കുറെ ദൂരം മനു വിളിച്ചോണ്ട് നടന്നു. അവസാനം മനു ചെന്ന് നോക്കി കഴിയുമ്പത്തേനും മനുവിന്റെ അടുത്തേക്ക് കണ്ണൻ വരുവാണ്. കണ്ണനെ കണ്ടു മനു അങ്ങോട്ട് ഓടിച്ചെന്നു. പെട്ടെന്ന് കണ്ണൻ ചോദിച്ചു, മനു നീ ഇത് എവിടെയായിരുന്നു? നിന്നെ അന്വേഷിച്ച് ഞങ്ങൾ എത്ര വട്ടം നടന്നറിയോ. ഇതിലൂടെ എല്ലാം ഈ കാട് മുഴുവൻ തെരഞ്ഞു നടന്നു. അവസാനം വന്നപ്പോ ഞാനും അഭിജിത്തും സഞ്ജയ് എല്ലാരും കൂടെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങളുടെ കൂടെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മൂമ്മേനെ ഒന്നും കണ്ടില്ല. ഇപ്പാടെ അവര് നിന്നെ അന്വേഷിക്കാനായിട്ട് വന്ന ഇപ്പൊ അവരെ ഞാൻ കണ്ടില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് പറയണേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനു പറഞ്ഞു, അത് ഞാനും അത് നിങ്ങളെ കാണാൻ ഞാനും അലിഞ്ഞു തിരിയുമായിരുന്നു പറയണം. അങ്ങനെ അവര് വീണ്ടും മറ്റവരെ വിളിച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് അഭിജിത്ത് വരണം. അഭിജിത്തിനും ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അഭിജിത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. കാട് മുഴുക്കെ വിളിച്ച് നടന്ന് അലഞ്ഞിരുന്നതിന് ശേഷമാണ് അങ്ങനെ കുട്ടികളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിപ്പെടുവാണ്. അവസാനം മനു പറഞ്ഞു, എന്തോ ഇവിടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. എന്റെ കാലയില് ഒരു മുള്ളു തറച്ചിട്ട് അത് എടുത്തിട്ട് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്റെ മുന്നിൽ അങ്ങ് പോകുന്നുണ്ട്. ആ കൂടെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. പക്ഷേങ്കില് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഓടി വന്നപ്പോഴത്തേന് നിങ്ങളെ പിന്നെ ഞാൻ കണ്ടില്ല. നിങ്ങൾ ഏത് വഴിക്കാ പോയെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു മായാജാലം ഉണ്ട് ഇതിനകത്ത്. ആ അമ്മൂമ്മ ആളത്ര ശരിയല്ലെന്ന് മനു പറയാണ്. ഇത് കേട്ടതും കണ്ണനും പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നിയ കാര്യമാ. അവര് നമ്മുടെ കൂടെ കൂടിയ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നത് എന്തോ കാര്യമായിട്ടുണ്ട്. എന്താന്ന് അറിയത്തില്ല, അവരെന്തോ മായാജാലം കാണിക്കുന്നുണ്ട്. ഇനിയിപ്പൊ അമ്മൂമ്മേനെ നമ്മുടെ കൂടെ കൂട്ടണ്ട. അവര് കൂടെ കൂടിയാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നേ. ഇത് കേട്ട് കഴിഞ്ഞപ്പം അഭിജിത്ത് പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അവരെന്തോ മാന്ത്രവിദ്യയൊക്കെ പ്രയോഗിക്കുന്നുണ്ടെന്ന് തോന്നിയെന്ന് പറയണം. അപ്പോഴേക്കും വനമാലയും ഗിരിദേവനും കൂടെ അവരുടെ അടുത്തേക്ക് വരുവാണ്. വനമാലയും ഗിരിദേവനും കണ്ടത് അഭിജിത്ത് അവരെ ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു, ഗിരിദേവ ഞങ്ങള് വഴി തെറ്റി ഇവിടം വരെ എത്തിയതാ. മനുവിനെ കാണാതെ പോയായിരുന്നു. മനുവിനെ കാണാതെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മനുവിനെ അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പക്ഷെ ആ സമയം ഞങ്ങളുടെ കൂടെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ അമ്മൂമ്മനെ കാണാൻ പോലും ഇല്ലെന്ന് പറയണം. അവരെതിലേ പോയെന്ന് അറിയത്തില്ലെന്ന് പറയാ. അത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു, ഇനിയിപ്പൊ നിങ്ങൾ ആ അമ്മൂമ്മേനെ അന്വേഷിക്കണ്ട. അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ലെന്ന് പറയാ. അതെന്താ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ വഴിയിൽ കുറെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അത് അതുപോലെ ഒന്നാണ്. അതുകൊണ്ട് ഇനിയിപ്പൊ അവരെ അന്വേഷിച്ച് നടക്കണ്ട. അവര് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വരാനും പോകുന്നില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അഭിജിത്ത് പറഞ്ഞു, അയ്യോ മീനാക്ഷിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞങ്ങളെ കാണാതെ അവര് വിഷമിച്ചിരിക്കുമായിരിക്കും എന്ന് പറയാം. ഗിരിദേവൻ വാ നമുക്ക് മീനാക്ഷിയുടെ അടുത്തേക്ക് പോവാന്ന് പറയണേ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. അതെന്താ? എനിക്കിപ്പോ വരാൻ സാധിക്കില്ല. ഞാൻ വന്നാലും ശരിയാത്തില്ല. ഇനിയിപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവളുടെ അടുത്തേക്ക് പോയിട്ടും കാര്യമൊന്നുമില്ലെന്ന് പറയണം. അതെന്താ? അങ്ങോട്ട് ചെന്നാല് അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് പറയണം. കാണാൻ പറ്റില്ലേ? അതെ, അവിടെ വെച്ച് കാണാൻ പറ്റില്ല. ഇനിയിപ്പൊ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് മീനാക്ഷിനെയും നന്ദനെയൊക്കെ കാണാൻ പറ്റിയിരിക്കും. ഇപ്പൊ നിങ്ങൾ തൽക്കാലത്തേക്ക് അവരുടെ അടുത്തേക്ക് പോകണ്ട, അവർക്ക് കാണാൻ പറ്റില്ലെന്ന് പറയാം. ഗിരിദേവൻ പറയുന്നില്ല എന്തോ ഒരു കാര്യമുണ്ടെന്ന് ഈ പറയുന്ന അഭിജിത്തിനും അവർക്കെല്ലാം തോന്നുവാണ്. പിന്നീട് വനമാലി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ശബരിമലയ്ക്ക് പോകാനായിട്ട് കെട്ടു നിറച്ചിറങ്ങിയതല്ലേ, നിങ്ങൾ ശബരിമലയ്ക്ക് തന്നെ നിങ്ങളുടെ യാത്ര അങ്ങ് തുടർന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ അവര് ശബരിമലയ്ക്ക് തിരിക്കുവാണ്. ഈ സമയം വനമാലി പറഞ്ഞു, കണ്ടില്ലേ കുട്ടികളെല്ലാം വഴിതിരിച്ച് അവരെ ഓരോ സ്ഥലത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഉണ്ണിമോളെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അതിനുവേണ്ട തന്ത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് യമദേവൻ പ്രയോഗിച്ചു തുടങ്ങി. അതെല്ലാം ബലവത്തായി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇരിക്കുകയാണ് നന്ദനെ ദിവ്യ എല്ലാരും കൂടെ. നന്ദന പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇത്ര സമയമായിട്ട് അവരെ കാണുന്നില്ലോ, എവിടെ പോയെന്നറിയത്തില്ല. ആ മൂമ്മയെങ്കിലും വരുമായിരുന്നെങ്കിൽ. ദാഹിച്ച് തൊണ്ട വരളുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തൊണ്ടയൊക്കെ വല്ലാത്തൊരു വേദനയാണോ വിഷമാണോ ഒന്നും പറയാൻ പറ്റുന്നില്ലെന്ന് പറയണ. അത് കേട്ടതും ദിവ്യം പറഞ്ഞു, ശരിയാ എനിക്കും അതുപോലെ തന്നെയാ, വെള്ളം കുടിച്ചാൽ കൊള്ളാന്നുണ്ടെന്ന് പറയണം. അപ്പൊ
ഉണ്ണിമോൾ പറഞ്ഞു അതിനെന്താ നിങ്ങൾ വെള്ളം കുടിച്ചോളാൻ പറയണേ. അത് ശരിയാവില്ല. മീനാക്ഷി വെള്ളം കുടിക്കാതിരിക്കുമ്പോ ഞങ്ങൾ വെള്ളം കുടിക്കുന്നത് ശരിയല്ലോ എന്ന് പറയാ. പെട്ടെന്ന് തന്നെ നന്ദന പറഞ്ഞു അത് ശരിയാ, അത് ശരിയായിട്ടുള്ള കാര്യം ദിവ്യ. നമ്മൾ തന്നെ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്. മീനാക്ഷി ഒരിടക്ക് വെള്ളം പോലും കുടിക്കാതിരിക്കുമ്പോ എങ്ങനെയാന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു അതിലെന്താ കുഴപ്പം, ഞാൻ വെള്ളം കുടിച്ചില്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ കുടിച്ചോളാൻ പറയാണ്. വേണ്ട വേണ്ട, അതൊന്നും ശരിയാകത്തില്ലെന്ന് നന്ദന പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ദിവ്യ പറഞ്ഞു നിനക്കറിയാലോ 1ാം ക്ലാസ് മുതൽ ഞാൻ നിന്നോടൊപ്പമുള്ള കൂട്ടാ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ത്യാഗം സഹിക്കും. ഞാൻ വെള്ളം കുടിക്കുന്നില്ല. നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ച പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ നിനക്ക് വെള്ളം കുടിക്കാൻ തോന്നിയാലോ, അപ്പൊ നിനക്ക് ആപത്ത് സംഭവിക്കില്ലേ മീനാക്ഷി, അതുകൊണ്ട് വെള്ളം വേണ്ടാന്ന് പറയാ. ഇവരുടെ ഈ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ണിമോൾക്ക് സഹിച്ചില്ല. ആ സമയത്ത് യമദേവൻ അങ്ങോട്ട് വന്ന് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് അല്ലേ നിങ്ങള്, എന്നോട് സ്നേഹം ഉണ്ടോ നിങ്ങക്ക്? സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളമെങ്കിലും കുടിക്കും, നിങ്ങളുടെ ദാഹം മാറ്റുമെന്ന് പറയണം. വീണ്ടും നിർബന്ധിച്ച് നന്ദനെ കൊണ്ട് ദിവ്യനെ കൊണ്ടും ഒക്കെ വെള്ളം കുടിപ്പിക്കുകയാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇച്ചിരി ആശ്വാസം തോന്നി. ആ സമയം ഉണ്ണിമോളുടെ തൊണ്ട ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി, നാവെല്ലാം ഇങ്ങനെ ഉണങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു എനിക്കെന്തോ ഇവിടെ എല്ലാം അങ്ങോട്ട് തൊണ്ടയെല്ലാം അങ്ങോട്ട് വരണ്ടിട്ട് വല്ലാത്തൊരവസ്ഥ തോന്നുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല നന്ദനെന്ന് പറയാ. ഇനിയിപ്പോ എന്ത് ചെയ്യും മീനാക്ഷി ചോദിക്കാം. എനിക്കറിയില്ല, ദാഹിച്ചിട്ട് എനിക്ക് മരിച്ചു പോകുന്ന എനിക്ക് തോന്നുവാന്ന് പറയണം. ഹേമദേവന്റെ നമ്പർ എന്നത്. പെട്ടെന്ന് നന്ദന പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം, ഒരിർക്ക് വെള്ളം കുടിക്കുക, കുഴപ്പമില്ലായിരിക്കും. കുട്ടികൾക്ക് അറിയത്തില്ല അതിന്റെ സീരിയസ്നെസ് എന്താന്ന്. അങ്ങനെ അവസാനം ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ബാഗ് തുറന്ന് അതിനകത്ത് വെള്ളം എടുത്തിട്ട് ഒരിർക്ക് വെള്ളം കൂടി കുടിക്കണം. കുടിച്ചു കഴിഞ്ഞ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേന് ഉണ്ണിമോൾക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് ദിവ്യ ചോദിച്ചു എന്താ എന്താ മീനാക്ഷി ചോദിക്കുക. എനിക്ക് തലകറങ്ങുന്ന പോലെ തോന്നുവാന്ന് പറയണം. പറഞ്ഞ് തീരുവല്ല, ഉണ്ണിമോൾ അവിടത്തേക്ക് വീഴുവാണ്. അങ്ങനെ യമദേവന്റെ ആ ആഗ്രഹം നടന്നു. ഒരു കാരണവശാലും ജലമോ ഭക്ഷണമോ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പരശുരാമൻ കൊടുത്ത ആ ദിവ്യാൌഷധത്തിന്റെ അതിന്റെ ശക്തി അങ്ങോട്ട് പോകുന്ന പറയണേ. അപ്പം ഉണ്ണിമോള് മരണത്തിലേക്ക് പോകുന്ന അതിന്റെ അർത്ഥം. ഈ സമയം ഗിരിദേവന്റെ അടുത്തേക്ക് വാവര് വരുവാണ്. വാവര് വന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ യമദേവൻ വിജയിച്ചല്ലേ ഗിരിദേവ. കാരണം കഷ്ടകാല ദുരിതങ്ങളൊക്കെ ഉണ്ണിമോളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് രക്ഷിക്കൂന്ന്. പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ യമദേവനെ എവിടെ ജയിച്ചേ, അങ്ങേക്ക് ഉണ്ണിമോളെ രക്ഷിക്കാൻ സാധിച്ചില്ലല്ലേ. അവള് കണ്ടില്ലേ ജലം കുടിച്ച അവള് അബോധാവസ്ഥയിലേക്ക് പോയത് കണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു അതെ അവൾക്കൊന്നും സംഭവിക്കില്ല, അവളുടെ അവസാനത്തെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും, അവൾക്ക് ഞാൻ ആയുസ് കൊടുക്കും എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പം അവര് പറഞ്ഞു അതെ അതത്ര എളുപ്പമുള്ള കാര്യമാണോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വശത്ത് ആരാ നിൽക്കുന്ന അങ്ങയുടെ പിതാവും യമദേവനുമാണ്, അവരെ ധിക്കരിക്കാനായിട്ട് അങ്ങുന്നതിന് സാധിക്കുമെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം ഗിരിദേവൻ പറഞ്ഞു അതെനിക്കറിയാൻ സാധിക്കില്ല എന്ന്, കാരണം എന്നോട് പിന്തുടരലെന്ന് പറഞ്ഞേക്കുന്ന കാര്യമാണ്. പക്ഷെങ്കില് എനിക്ക് മാത്രമേ പിന്തുടരാൻ പറ്റില്ലാത്തുള്ളൂ, ബാക്കി ആർക്ക് വേണമെങ്കിലും അവളെ പിന്തുടരാം, അവളെ രക്ഷിക്കാന്ന് പറയാണ്. എന്നോടൊപ്പം വാവ നിക്കത്തില്ലെന്ന് ചോദിക്കുകയാണ് ഗിരിദേവൻ. പിന്നെ ഞാൻ അങ്ങയോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും, അങ്ങയുടെ കൂടെ ഞാൻ എപ്പോഴും എന്തിനും ഏതിനും തുണയായിട്ട് ഞാൻ കാണുമെന്ന് വാവ പറയണം. ഈ സമയത്ത് ഉണ്ണിമോളുടെ അമ്മ ശാരിക അങ്ങോട്ടേക്ക് പ്രത്യക്ഷപ്പെടുന്നേ. വന്നിട്ട് പറഞ്ഞു ഭഗവാനെ ഇത്രയും ദിവസത്തെ എന്റെ പ്രാർത്ഥന എന്റെ ഉണ്ണിമോളുടെ അവസാന ആഗ്രഹം നിറവേറ്റി കൊടുക്കാനായിട്ട് അവളെ ശബരിമലയിലേക്ക് എത്തിക്കണമെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, കണ്ടില്ലേ അവൾ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് അവളുടെ ജീവൻ അങ്ങോട്ട് കളയണം. അങ്ങനെ ജീവൻ എടുത്ത് കളഞ്ഞ അവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുവാണ്. എന്റെ മോളെ അധികം ദുഃഖങ്ങളും ദുരിതമില്ലാതെ എനിക്ക് വിട്ടുതരണം. ഇപ്പൊ അത് മാത്രം എന്റെ പ്രാർത്ഥന. എന്റെ മോള് ദുഃഖങ്ങൾ അനുഭവിച്ച് പോകുന്ന കാണാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതിനേക്കാളും ഭേദം അവൾക്ക് പെട്ടെന്നൊരു മരണം, അതല്ലേ നല്ലത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവളെയും കൊണ്ട് പോകാലോ. എന്റെ മോള് കഷ്ടപ്പെടുന്ന കാണുന്ന കഴിയുമ്പം എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയണം. അതിനുള്ള അനുഗ്രഹമെങ്കിലും ഭഗവാൻ എനിക്ക് തരണം. ഇനിയുള്ള കാലത്തെങ്കിലും ഇനി വരുന്ന ജന്മത്തെങ്കിലും അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഈ ദേശാസന്ധി ദുരിതങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ജീവിതം ഭഗവാൻ കൊടുത്താൽ മതി. ഈ സമയത്ത് ഭഗവാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം അവളെ ഇനിയിപ്പം ജീവിതത്തിലേക്ക് പറഞ്ഞു വിടാതെ എത്രയും പെട്ടെന്ന് എന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. ഞാൻ അവളെയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയിക്കോളാന്ന് പറയണം. ഇത് കേട്ടതും ഗിരിദേവൻ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രം ചെയ്തേ, മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു ശാരീരിക അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തിന് മരുമാലി പറഞ്ഞു കണ്ടില്ലേ ആ അമ്മയുടെ രോദനം. അമ്മ ഇതേ കുമാരന്റെ തൃപ്പാദങ്ങളാണ് അതെ അവരുടെ അപേക്ഷകളൊക്കെ സമർപ്പിച്ചിരിക്കുന്നത്. ആ അപേക്ഷ കണ്ടില്ല കേട്ടിരുന്ന് വരുത്തി തീർക്കാനായിട്ട് ഗിരിദേവന് സാധിക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു ആര് പറഞ്ഞു ആ അമ്മയുടെ അപേക്ഷ ഞാൻ തള്ളിക്കളഞ്ഞത്? ഒരിക്കലും അപേക്ഷകളൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. ദേ എനിക്ക് ഉണ്ണിമോളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അതിന് ഇനിയും കുറെ കടമ്പകളൊക്കെ കടക്കാനുണ്ട്. അതെങ്ങനെ ശരിയാ ഗിരിദേവ? കാലിനും കാലാന്തരം തമ്മിലുള്ള ഇതല്ലേ. അപ്പൊ അവരൊരു കാണുന്ന സമ്മതിക്കും തോന്നുന്നുണ്ടോ? സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. ആ സമയം
ഉണ്ണിമോള് എഴുന്നേക്കാതെ കിടക്കുവാണ്. പെട്ടെന്ന് തന്നെ നന്ദന പറഞ്ഞു, നമ്മളിനി ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും പോയി ഒരു വണ്ടി വിളിച്ചോ എന്നെ കാണിച്ച് എത്രയും പെടുന്ന മീനാക്ഷിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറയാം. അത് മാത്രമല്ല, അങ്ങനെ എത്തിക്കുന്നതിന് മുമ്പ് അവരെ എവിടെയെന്ന് കണ്ടെത്തുകയും ചെയ്യണം. അവന്മാരും കൂടെ ഉണ്ട്, നമുക്കൊരു ധൈര്യം ഉണ്ടല്ലേ എന്ന് ചോദിക്കണം. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വന്നാലോ എന്ന് ചോദിക്കാം. അപ്പം നന്ദനോട് ദിവ്യ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ പോയി അന്വേഷിച്ചിട്ട് വാ, പിന്നീട് ഇവളെയും കൂടെ കൂട്ടിക്കോളാൻ പറയണം. വേറെ കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ശരി ഞാൻ എന്നാൽ അവളെയും കൂടെ കൂട്ടിയിട്ട് പോകാന്ന് പറയണം. അങ്ങനെ നന്ദനയും കൂടെ പോകാൻ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ദിവ്യ പറഞ്ഞു, അല്ലേ വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം, നിങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാൻ പറയണം. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേനും അപ്പം മറ്റേ കൂട്ടുകാർ പറഞ്ഞു, എനിക്ക് തന്നെ ഇവിടെ ഇരിക്കാൻ പേടിയാന്ന് പറയണം. അവസാനം ഉണ്ണിമോൾ അവരെ അവിടെ കിടത്തിയിട്ട് അവര് തമ്മിൽ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകണം. ഉണ്ണിമോൾ ഈ സമയത്ത് തനിച്ച് കിടക്കുക. യമദേവൻ അങ്ങോട്ടേക്ക് വന്ന് ഉണ്ണിമോളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയം ഉണ്ണിമോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണിമോള് ഒരു അബോധാവസ്ഥയിലായിരുന്നു കിടന്നിരുന്നത്. പിന്നീട് ഗിരിദേവന്റെ അടുത്തേക്ക് ബാബര് വരുവാണ്. ബാബര് വന്നിട്ട് പറഞ്ഞു, യമദേവൻ ജയിച്ചില്ലേ, യമദേവൻ കണ്ടില്ലേ, ഉണ്ണിമോളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, ഇനിയിപ്പൊ അവൾക്ക് അര നാഴിക മാത്രമേ ഉള്ളൂ ജീവന്, അതോടുകൂടി അവളുടെ ജീവൻ നിലച്ചു പോകുന്നു പറയാ. ഗിരിദേവന് അവളെ രക്ഷിക്കാൻ പറ്റില്ല. ഗിരിദേവനല്ലേ പറഞ്ഞേ അവളുടെ ആയുസ് തീരുന്നോടം വരെ അവൾക്ക് ജീവൻ കൊടുക്കുന്നു. പക്ഷെ ഇപ്പൊ സംഭവിച്ച കണ്ടോ, അവൾക്ക് ഇനിയിപ്പൊ അധികം ആയുസില്ല, അവളുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുക, അവള് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയണം. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഗിരിദേവൻ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു, എന്നാ ആര് പറഞ്ഞു, ഞാൻ അവളുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, എന്ത് റിസ്ക് എടുത്തിട്ടാണ് ശരി അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഞാനെന്ന് പറയാണ്. അപ്പൊ അവർക്കറിയാലോ, പരശുരാമൻ ഈ സഹ്യാദ്രി നിരകളുടെ 5 സ്ഥലങ്ങളായിട്ട് 5 ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. 5 ശാസ്ത്ര ക്ഷേത്രങ്ങളെ പണികഴിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കേട്ടതും അവര് പറഞ്ഞു, അത് ശരിയാ, 5 ക്ഷേത്രങ്ങളെ കഥ എനിക്കറിയാന്ന് പറയണം. അവിടെ ആ അച്ഛൻ കോവിലിൽ നിൽക്കുന്ന ശാസ്താവിന്റെ ഇതിന്റെ പ്രതിഷ്ഠയുണ്ടല്ലോ, അത് വിഷഹാരിയാണ്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിമോൾ അവിടെ എത്തുവാണെങ്കിൽ ഉണ്ണിമോളുടെ ശരീരത്തിൽ പടർന്നിരിക്കുന്ന ആ സർപ്പവിഷം അച്ഛൻ കോവിലിനെ ശാസ്താവിന് മാറ്റാനായിട്ട് സാധിക്കും. ഉണ്ണിമോള് വീണ്ടും മയക്കത്തിന് തുടരും. ഉണ്ണിമോളെ അവസാന ആഗ്രഹം സാധിക്കാനായിട്ട് ഉണ്ണിമോൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവര് ഗിരിദേവനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടേ. ഇനി എന്തായി തീരുന്ന അറിയത്തില്ല. ഇനിയിപ്പൊ അധിക ദിവസം ഇല്ല, അധിക ദിവസത്തിന് മുമ്പ് തന്നെ എന്തായാലും ഉണ്ണിമോളുടെ കഥ അങ്ങോട്ട് അവസാനിക്കുകയാണ്. അവസാനം ഉണ്ണിമോള് ജീവിക്കോ മരിക്കോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.